ഇനി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി ചില പ്രധാന കാര്യങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ ഒരു തണ്ണീർത്തടം? ലളിതമായി പറഞ്ഞാൽ വർഷത്തിൽ ഭൂരിഭാഗം സമയം വെള്ളത്തിനടിയിലോ അല്ലെങ്കിൽ വെള്ളത്താൽ നനഞ്ഞു കിടക്കുന്നതോ ആയ ഭൂപ്രദേശമാണിത്. ഇവയെ ഭൂമിയുടെ വൃക്കകൾ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ വൃക്കുകൾ രക്തം ശുദ്ധീകരിക്കുന്ന പോലെ ഈ തണ്ണീർത്തടങ്ങൾ മലിന വസ്തുക്കളെ അരിച്ചെടുത്ത് ജലം ശുദ്ധീകരിക്കുന്നു. പരീക്ഷയ്ക്കായി പ്രധാനപ്പെട്ട 3 തരങ്ങൾ ഓർത്തുവെക്കുക. ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ, ശുദ്ധജല തടാകങ്ങളും ചതുപ്പുകളും. തീരദേശ തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകളും ചക്രവാതങ്ങളെ തടയുന്ന ബയോഷീൽഡുകൾ, കായലുകളും. മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ, ഡാമുകൾ, റിസർവോയലുകൾ, പഴയ കുളങ്ങൾ. എന്തുകൊണ്ടാണ് ഇവ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്? കാരണം ഇന്ത്യ ഒരു വലിയ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു. 2026 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 98 റാംസർ സൈറ്റുകൾ ഉണ്ട്. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗുജറാത്തിലെ ചാരിധണ്ട്, ഉത്തർപ്രദേശിലെ പട്ന പക്ഷി സങ്കേതം എന്നിവയാണ് ഏറ്റവും പുതിയതായി ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്.